ഓം നമ ശിവായ അമ്മേ ദേവി കാളി. ഈ വീഡിയോ കാണുന്ന സകലരുടെ ജീവിതത്തിലും മഹാദേവൻ്റെയും ഭദ്രകാളിയുടെയും സംരക്ഷണവും കാവലും മൃത്യുവിൻ്റെ ഭയത്തിൽ നിന്നും സകലരെയും സംരക്ഷിക്കട്ടെ. എൻ്റെ ഗുരുവായിരിക്കുന്ന ഓം ശ്രീ രാഘവേന്ദ്രേ നമ, ഓം ശ്രീ രാഘവേന്ദ്രേ നമ, ഓം ശ്രീ രാഘവേന്ദ്രേ നമ. ഗുരുവേ, ഞാൻ ജപിക്കുന്ന ജപത്തിലും പ്രാർത്ഥനയും പ്രസാദിച്ച് ഞാൻ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു ജപിക്കുന്നു. ആ കുടുംബത്തിനുള്ള സന്തോഷവും സമാധാനം ഐക്യവും കാവലായിരുന്ന കാത്തുകൊള്ളണമേ. ഒരാവശ്യങ്ങൾ നിറവേറ്റി കുടുംബത്തിനുള്ള സന്തോഷവും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണം. എന്താണ് അവർ ജീവിതത്തിലെ ആവശ്യം, അത് ഉത്തമമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഒരു ജീവിതത്തിൽ നടക്കുവാൻ അങ്ങ് തുണയായിരിക്കണമേ. ഗുരുവേ നമ, ഗുരുവേ നമ, ഗുരുവേ നമ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു 4 ദിവസം മുന്നേ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. വളരെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത്രയധികം ദുഃഖത്തിലാണ് കുട്ടി വന്നിരുന്നത്. വന്നിട്ട് ആ കുട്ടി നമ്മളോട് പറയാണ്, എനിക്ക് രാത്രി ഉറക്കില്ല എന്ന് വെച്ചാൽ 3 മണിയാകുമ്പോൾ കുട്ടി എണീക്കും പുലർച്ചെ, പിന്നെ ഉറക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാഗത്ത് കടം മേടിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അത് വീട്ടുകാരെ അറിയാതെ മേടിച്ചിട്ടുള്ള കടങ്ങൾ വേറെ. അച്ഛനമ്മയും മരിച്ചേക്കണു, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യ. അവ എന്നോട് പറയുന്നത് പുലർച്ചെ സ്വപ്നങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് സ്വപ്നം. 3 മണി എണീക്കാൻ കാരണം എന്ന് വെച്ചാൽ കടംകാർ വന്ന് ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്വമേധയോട് ആത്മഹത്യ ചെയ്യുന്നു, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുന്നു. ഒരുപാട് ദുർമരണങ്ങൾ മാത്രമാണ് ഇദ്ദേഹം സ്വപ്നം കണ്ട് ഞെട്ടിത്തെറിച്ച് 3 മണിയാകുമ്പോൾ ഏകദേശം 3 മണിക്ക് എണീക്കുന്നതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പം അദ്ദേഹം വന്നു, ഇരിക്കും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പ്രശ്നങ്ങൾ വ്യക്തമായി കേട്ട ശേഷം അതിനോട് ഞാൻ പറഞ്ഞു, മഹാദേവൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ച് സ്വല്പം കഴിയുമ്പോഴേക്കും അദ്ദേഹം മഹാദേവൻ്റെ മുമ്പ് ഒന്ന് പുറകിലേക്കൊരു വീഴ്ച, ഭഗവാൻ അനുഗ്രഹത്തിൽ തലയൊന്നും പൊട്ടിയില്ല. അതിന് മുന്നേ ചെന്ന് പിടിച്ചു കൊണ്ടിരുത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ അസ്വസ്ഥനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നേ ഒരു സ്ഥലത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പോയായിരുന്നു. അദ്ദേഹം അതിൻ്റെ കാര്യം ചെയ്തായിരുന്ന ആൾ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എന്നൊന്ന് രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, രക്ഷിക്കാൻ ഞാനൊന്നുമല്ല, എൻ്റെ അപ്പനായ മഹാദേവനും അമ്മയായ കാളിയും, നീ വരണമെന്ന് നിയോഗമുണ്ടെങ്കിൽ നീ ക്ഷേത്രത്തിൽ വന്നിരിക്കും. നീ ഇവിടെ ഇരിക്കണം എന്നുള്ളത് നിൻ്റെ ഒരു നിയോഗമാണ്, നീ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഇന്നുള്ള കാലമെങ്കിലും സമാധാനം ജീവിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, കുട്ടിക്ക് പ്രാർത്ഥിച്ച് ഭസ്മം കൊടുത്തയച്ചു. എന്നിട്ട് ഞാനിവിടെ കണ്ട പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി അവന് വേണ്ട പ്രതിവിധികൾ അവർ ക്ഷേത്രത്തിൽ ആ കുട്ടീനെ പോയി ചെയ്യാവുന്ന രീതിയിലുള്ള പ്രതിവിധികൾ ക്ഷേത്രത്തിൽ പോയി ചെയ്തു. അന്ന് രാത്രി കുട്ടി സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പോയ ദിവസം സന്തോഷമായി കിടന്നുറങ്ങി. ആ കുട്ടി പിന്നെ സ്വപ്നം കാണുന്നത് ഇവിടുത്തെ മഹാദേവനും ഭദ്രകാളിയുടെ വിഗ്രഹങ്ങളും പൂജ സ്ഥലങ്ങളൊക്കെയാണ് ആ കുട്ടിയുടെ സ്വപ്നത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസവും കുട്ടിക്ക് ഇതേ അനുഭവം തന്നെയാണ്. പേടിയില്ല, സമയത്തിന് കാലത്ത് 6:30 എണീക്കുന്നു, ജോലി പോകണം. 2 ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചു. കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി, എനിക്ക് ഒരു കടംകാരൻ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹം വന്നതിന് എന്ത് ചെയ്യാം, എനിക്ക് ഇനി ജീവിതം മുന്നോട്ട് പോകാൻ അത്രയ്ക്കും സങ്കടത്തിലാണ് നിൽക്കണേ. അദ്ദേഹത്തെ ഞാൻ ഫോൺ വിളിക്കാൻ പോവുകയാണ്, എന്താണ് ഞാൻ പറയേണ്ടതെന്ന് സ്വാമി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് മഹാദേവന് വിശ്വസിക്കുക. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുക, ഞാനൊരു മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഭഗവാന്റെ മുമ്പിൽ. അപ്പോൾ എത്രയും വേഗം എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരാഴ്ച സാവകാശം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടും. ഞാൻ ഒന്നും പറയില്ല, ധൈര്യമായിട്ട് പറയാം, എനിക്കൊരാഴ്ച സമയം വേണം, എനിക്കല്ലെങ്കിൽ അടച്ച് തിരിച്ചു തരാൻ പറ്റില്ല, ഞാനിങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യാത്രയിലാണ്. അത് ഇദ്ദേഹം ആ കടംകാരനെ പൈസ കൊടുത്ത ആൾ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കുറച്ച് സാവകാശം കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്നലെ വല്ലാത്ത സന്തോഷമായിരുന്നു.
അദ്ദേഹം വിളിച്ച അവസ്ഥ നമ്മൾ കാണുമെങ്കിൽ അത്രയും സങ്കടത്തിലാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുണ്ട്. അത് പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചുരുക്കുകയാണ്. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനിയും മഹാദേവൻ്റെ ഭദ്രകാളി അനുഗ്രഹം ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഓം നമഃ ശിവായ. അമ്മേ ദേവി കാളി. എല്ലാവർക്കും മഹാദേവൻ്റെ ഭദ്രകാളി അനുഗ്രഹം ജീവിതത്തിലുടനീളം നിങ്ങളുടെ ജീവിതത്തിലെ സംരക്ഷണമായിരിക്കട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ശ്രീ രാഘവേന്ദ്രേ നമഃ. ഓം ശ്രീ രാഘവേന്ദ്രേ നമഃ. ഓം ശ്രീ രാഘവേന്ദ്രേ നമഃ. ഗുരുവേ. ഈ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓം നമഃ ശിവായ. അമ്മേ ദേവി കാളി.